എയിംസ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ജനകീയ കൂട്ടായ്മ രംഗത്തെത്തിയിരിക്കുകയാണ്. ജില്ലയിലെ ആതുര സേവന രംഗത്തെ പിന്നാക്കാവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് ഇടതു പാർട്ടികൾ ഒഴികെയുള്ള രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഏറ്റവും അധികമുള്ള ജില്ല, കോവിഡ് കാലത്ത് കോവിഡ് രോഗികൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയ ജില്ല, ഏറ്റവും അധികം മരണം സ്ഥിരീകരിച്ച ജില്ല. അങ്ങനെ ആരോഗ്യരംഗത്തിൻ്റെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിശേഷണങ്ങളുണ്ട് കാസർഗോഡിന്. എയിംസിന് വേണ്ടി മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ കാസർഗോഡിന് അതൊരു അനിവാര്യതയാണ്. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന ആവശ്യം ഉയരുമ്പോൾ തന്നെ അതിനൊപ്പം ഉയർന്നു കേട്ട പേരാണ് കാസർഗോഡ്. ജില്ലയുടെ ആരോഗ്യമേഖലയിലെ പിന്നാക്കാവസ്ഥ തന്നെയാണ് അതിനുള്ള കാരണം. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലൊക്കെയും പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ മെഡിക്കൽ കോളേജും സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഉള്ളപ്പോൾ കാസർഗോഡൻ ജനതയ്ക്ക് ആരോഗ്യരംഗത്തെ വികസനം അന്യമാണ്. 6000-ലധികം എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ള ജില്ലയിൽ ഇവരുടെ ചികിത്സയ്ക്ക് പോലും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. നീലേശ്വരം വെടിക്കെട്ട് അപകടം പോലെ അടിയന്തര ഘട്ടങ്ങളിൽ പോലും മറ്റു ജില്ലകളിലെയോ കർണാടകത്തിലെയോ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഗതികേടിലേക്ക് കാസർഗോഡ് ജില്ലക്കാർ മാറി. സംസ്ഥാന സർക്കാരിന്റെ എയിംസ് പ്രപ്പോസലിൽ കാസർഗോഡിനെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളും നടന്നു. സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഏറ്റവുമധികം ഭൂമിയുള്ള കാസർഗോഡ് ജില്ലയിൽ എയിംസ് കൊണ്ടുവരണമെന്നാണ് നിലവിലെ ആവശ്യം. യഥാർത്ഥത്തിൽ കാസർഗോഡ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ആരോഗ്യ മേഖലയിൽ പാവങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഇല്ല എന്നുള്ളതാണ്. കാസർഗോഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു വിഷയമായി നമുക്ക് ഉയർത്തി കൊണ്ടുവരാനുള്ള കാര്യവും അതുതന്നെയാണ്. ഒപ്പം എയിംസ് ആവശ്യപ്പെടുമ്പോൾ നമുക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനുള്ള സൗകര്യം കാസർഗോഡ് ഉണ്ട് എന്നുള്ളത്. എയിംസ് പോലെയുള്ള വലിയൊരു സംരംഭം വരുമ്പോൾ അതിനാവശ്യമായ സ്ഥല സൗകര്യമൊക്കെ കാസർഗോഡ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലെ പിന്നാക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും ഉൾപ്പെടെ 10,000-ലധികം വിദ്യാർത്ഥികൾ ഒപ്പിട്ട ഭീമഹർജി ഇതിനോടകം നൽകിയിട്ടുണ്ട്. എയിംസിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കനക്കുമ്പോഴും കാസർഗോഡിന്റെ ദുരിതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് എയിംസ് ജനകീയ കൂട്ടായ്മയുടെ പ്രതീക്ഷ. പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് ശ്രമം. ഇത് കാസർഗോഡ് ജില്ലയുടെ ജനങ്ങളുടെ ആവശ്യമാണ്, അവകാശമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിനു മുമ്പേ നടത്തുന്നുണ്ട്. ഞങ്ങൾ ബഹുമാന്യനായിട്ടുള്ള അന്നത്തെ ആരോഗ്യമന്ത്രി അന്ന് ശ്രീ നദ്ദാജിയായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഓൾ പാർട്ടി ഡെലിഗേഷൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയനെ കണ്ടിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ഉന്നയിക്കുന്നതല്ല. ഇവിടുത്തെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാലഘട്ടം ഉണ്ട്. അത് വഴി നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് നേതൃത്വം എടുക്കട്ടെ, MP നേതൃത്വം എടുക്കട്ടെ, MLA മാർ നേതൃത്വം എടുക്കട്ടെ, ഞങ്ങൾ സഹകരിക്കാം, ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ളത് ഒന്നുകൂടി പ്രഖ്യാപിക്കുകയാണ്, ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. നിലവിൽ CPI-യും CPIM-ഉം ജനകീയ കൂട്ടായ്മയുമായി സഹകരിച്ചിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്ത് എയിംസിനു വേണ്ടി പോരാടാനാണ് നിലവിലെ തീരുമാനം. ഭാഗികമായി പോലും പ്രവർത്തനം ആരംഭിക്കാത്ത സർക്കാർ മെഡിക്കൽ കോളേജാണ് സംസ്ഥാന സർക്കാർ ഈ നാടിന് നൽകിയ ഏക സംഭാവന. എയിംസിനു വേണ്ടി ഈ നാടൊന്നാകെ ഒന്നിക്കുമ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് സർക്കാർ ചെയ്യേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.